ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുസ്തക വീട്ടിലേക്ക് സ്വാഗതം. ഇനിയൊരിക്കലും ഒരു ഋതു പിറക്കില്ലിതുപോൽ, നാം പരസ്പരം തൊട്ട മാത്രയിൽ പൂത്തുലഞ്ഞ പ്രപഞ്ചമെന്ന പോൽ. DC ബുക്സിൻ്റെ ഫിക്ഷൻ വിഭാഗത്തിൽ 2021 പബ്ലിഷ് ചെയ്യപ്പെട്ട നോവലാണ് ബിനീഷ് പുതുപ്പണത്തിൻ്റെ പ്രേമനഗരം. വായനക്കാർക്കിടയിൽ കുറേയധികം ചർച്ച ചെയ്യപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത ഒരു നോവലാണിത്. അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ, അയാളെക്കാൾ വയസ്സിൽ മുതിർന്നതും വിവാഹിതയും അമ്മയുമായുള്ള ഒരു സ്ത്രീയുമായുള്ള സൗഹൃദവും പിന്നെ ആ സൗഹൃദം പ്രണയമായി മാറുന്നതുമാണ് നോവലിൻ്റെ ആശയം. 33 വയസ്സുകാരനായ മാധവ് എന്ന പത്രപ്രവർത്തകനാണ് കഥയിലെ നായകൻ. വിവാഹിതയും +2 പഠിക്കുന്ന ഒരു മകളുടെ അമ്മയുമായ 43 വയസ്സ് കഴിഞ്ഞ നീലുവാണ് നായിക. മാധവും നീലുവും വളരെ ആകസ്മികമായാണ് കണ്ടുമുട്ടുന്നത്. ഒരു ന്യൂസ് പേപ്പറിൻ്റെ സബ് എഡിറ്ററായാണ് മാധവ് ജോലി ചെയ്യുന്നത്. വളരെ യാദൃശ്ചികമായി ഒരു ദിവസം വഴിയരികിലൂടെ നടന്നു പോകുമ്പോഴാണ് മാധവ് നീലുവിനെ കണ്ടുമുട്ടുന്നത്. രണ്ടുപേരും ക്ഷമ ചോദിക്കുകയും നടന്നു നീങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിലും മാധവ് നീലുവിൽ കുടുങ്ങി നിൽക്കുന്നു. പിന്നെയും യാദൃശ്ചികമായി ഒരു ബുക്ക് ഷോപ്പിൽ വെച്ച് അയാൾ നീലുവിനെ കണ്ടുമുട്ടുകയും അവർ അവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അവർ തമ്മിലൊരു സൗഹൃദമുണ്ടാവുകയും ആ സൗഹൃദമാണ് പിന്നീട് അവരെ പ്രണയനഗരത്തിനുള്ളിൽ ചെന്നെത്തിക്കുകയും ചെയ്യുന്നത്. പ്രണയമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില ക്ലീശയായിട്ടുള്ള കാര്യങ്ങൾ പൊളിച്ചെഴുതാൻ നോവലിൽ ശ്രമിച്ചിട്ടുണ്ട്. അതായത്, സമപ്രായക്കാർ തമ്മിലോ അല്ലെങ്കിൽ പ്രായത്തിന് അല്പം മുതിർന്ന ഒരു പുരുഷനോടോ തോന്നുന്ന പ്രണയം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മുതിർന്ന സ്ത്രീയോടാണ് കഥാനായകനായ മാധവിന് പ്രണയം തോന്നുന്നത്. മാധവിനേക്കാൾ 10 വയസ്സ് മുതിർന്ന സ്ത്രീയാണ് നീലു. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും പ്രായം ഒരു തടസ്സമാകില്ല എന്ന് എഴുത്തുകാരൻ പറയാതെ പറയുന്നുണ്ട്. കഥ വായനക്കാരിലേക്ക് എത്തിക്കുന്ന രീതിയിലും ഒരു പുതുമ കാണാൻ കഴിയും. ഒറ്റയ്ക്ക് സ്വയം നിലനിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ശക്തമായ പ്രണയമാണ് മാധവിനും നീലുവിനും ഇടയിലുള്ളത്. കഥയിലെ പ്രണയത്തിൽ ഒന്നും പുതുതായി കടന്നു വരുന്നില്ലെങ്കിലും നിർമ്മലത നിറഞ്ഞ, ഒന്നിനെയും ആശ്രയിക്കാതെ പ്രേമം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രേമനഗരമായി മാറുന്നുണ്ട് പുസ്തകം. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും ഒന്നിക്കുന്ന രണ്ടുപേരായി അവർ മാറുന്നുണ്ട്. ഉപാധികളില്ലാത്ത, അല്ലെങ്കിൽ നിരുപാധികമായ സ്നേഹം എന്നും പറയാം. ആ നഗരത്തിലൂടെയുള്ള അവരുടെ പ്രണയയാത്രയാണ് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു വിഭാഗം ആളുകൾ ഇതിനെ പൈങ്കിളി എന്നും, വേറെ ചിലർ നിരുപാധികമായ, അല്ലെങ്കിൽ സമൂഹത്തിലെ ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഒന്നിച്ചു ചേരുന്ന 2 ആത്മാക്കളുടെ കഥയാണെന്നും പറയുന്നു. വ്യക്തിപരമായി കഥ പറഞ്ഞു പോകുന്ന രീതിയും ചില പൊളിച്ചെഴുത്തലുകളും ഇഷ്ടപ്പെട്ടെങ്കിലും പുതുതായി ഒന്നും തന്നെ പുസ്തകത്തിൽ നിന്ന് ലഭിച്ചില്ല. മാത്രമല്ല, ചില കാര്യങ്ങൾ വായിച്ചു പോകാൻ വളരെ ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടു. കഥയുടെ അവസാനം നീലു ഭർത്താവിനോടൊപ്പം വിദേശത്തേക്കും മാധവ് വിവാഹ ജീവിതത്തിലേക്കുമാണ് കടക്കാൻ പോകുന്നത്. പുതിയ വായനക്കാർക്ക് തീർച്ചയായും ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കാൻ പറ്റിയ, വളരെ എളുപ്പമുള്ള ഭാഷ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് പ്രേമനഗരം. പൊതുവിൽ സമൂഹത്തിൽ കാണാൻ കഴിയുന്ന ശരിതെറ്റുകൾ തമ്മിലുള്ള ഒരു ആശയതർക്കം ഈ പുസ്തകത്തിലും കാണാൻ കഴിയും. സാധാരണ ഒരു നോവൽ വായിച്ചു തീരുമ്പോൾ ലഭിക്കാറുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഫീലിംഗ് എനിക്ക് ഈ പുസ്തകത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഇത് എൻ്റെ അഭിരുചികൾക്കനുസരിച്ചുള്ള അല്ലെങ്കിൽ എൻ്റെ കപ്പ് ഓഫ് ടീ ആയിരിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്തൊരു നോവൽ തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പുസ്തകം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്നും, മറിച്ചാണെങ്കിൽ അതും എന്തുകൊണ്ടാണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും.